ഇന്നത്തെ വനിതയിൽ പോർട്ട്ഫോളിയോ ഷൂട്ടുമായി ഫോട്ടോഗ്രാഫർ അർഷൻ പട്ടാമ്പി. ഫോട്ടോഗ്രാഫിയോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് അർഷൻ. കഴിഞ്ഞ 12 വർഷമായി അദ്ദേഹം ഈ രംഗത്തുണ്ട്. ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇദ്ദേഹം വന്നിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ. എന്തായാലും ഫോട്ടോഗ്രാഫിയോട് ഒരുപാട് പാഷനേറ്റ് ആയ അർഷന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്തറിയാം. ഹലോ അർഷൻ, 12 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്തുണ്ടെങ്കിലും എപ്പോഴാണ് ക്യാമറ അർഷന്റെ കൂട്ടുകാരനാവുന്നത്? ക്യാമറയുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ തന്നെ പല മേഖലയിലൂടെ വരികയാണ്. അതായത് ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് നമ്മൾ എത്തിയിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളൂ. അപ്പം അതിനു മുമ്പ് ഇതിന് തന്നെ പല പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി, അതേപോലെ നമ്മൾ നാട്ടിലെ അത്യാവശ്യം കുറച്ച് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫികൾ. അപ്പം അങ്ങനെ ആണ് തുടക്കം. എറണാകുളത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ക്യാമറയുമായി ഇത്ര ഒരുപാട് നമുക്ക് അടുക്കാനും വലിയ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ എക്സ്പീരിയൻസും അവർ യൂസ് ചെയ്യുന്ന ക്യാമറകളെ കുറിച്ചൊക്കെ പഠിക്കാനും അങ്ങനെ നമുക്ക് കൂടുതൽ ഇതുമായിട്ട് അടുക്കുന്നത് ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ്. തീർച്ചയായും. കാരണം ഇപ്പം നമ്മുടെ തുടക്കത്തിലൊക്കെ നെഗറ്റീവ് ഫോട്ടോഗ്രാഫി ആയിരുന്നു, നെഗറ്റീവ് ക്യാമറയിലായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ക്രിയേറ്റീവ് മൈൻഡ് നമുക്കുണ്ടെങ്കിലും ടെക്നോളജി അതുപോലെ ഫിലിംസ് അത്തരം കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് നല്ലൊരു അവബോധം വേണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു നല്ല പടം എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ ടെക്നിക് കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള അപ്പറേച്ചർ, അതുപോലെ ഷട്ടർ സ്പീഡ്, യൂസ് ചെയ്ത ഫിലിം, അപ്പൊ അതുപോലെ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് എക്സ്പോഷർ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈവൻ ചെറിയ ലൈറ്റിന്റെ വേരിയേഷൻ ക്ലൈമറ്റ് വരുന്ന പോലും ഈ ഫോട്ടോഗ്രാഫി ബാധിക്കുന്നത് കൊണ്ട് നമുക്കത് കഴിഞ്ഞാലെയാണ് എന്താണ് എന്നുള്ള അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ക്രിയേറ്റിവിറ്റിയേക്കാൾ കൂടുതൽ അതിന്റെ ടെക്നിക്കൽ ഔട്ട്പുട്ട് എന്താവും എന്നുള്ള ഒരു കോൺഷ്യസ് കൊണ്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി കുറച്ച് സാധ്യതകൾ കുറവാണ്. പക്ഷെ ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അതിന്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് ക്യാമറ സിസ്റ്റം നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്തരം കോൺഷ്യസുകളില്ല. നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അപ്പൊ കണ്ട് അതിൽ മാറ്റങ്ങൾ വരുന്നത്, കളർ ടോണിലെ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണല്ലോ. അപ്പൊ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അർഷന്റെ എന്തെങ്കിലും തുരുപ്പ് ചെയ്തിട്ടുണ്ടോ കയ്യിൽ? അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ മോഡലിനെ കണ്ട് അവർക്ക് ഈ 12 വർഷത്തോളായിട്ട് ഈ ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം മോഡൽസ് ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മെയിൽ മോഡൽസ് ആണെങ്കിലും നമുക്ക് അവരുടെ ഓരോ ആളുകൾക്കും ആദ്യം ഞാൻ അവരുടെ പരിമിതിയാണ് മനസ്സിലാക്കുന്നത്. ഒരു മോഡൽ നമ്മൾ ആദ്യം കാണുമ്പോൾ അവരുടെ ഒരു പരിമിതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടിനകത്ത് നമ്മൾ ആ പരിമിതി കവർ ചെയ്യുന്ന തരത്തിലാണ് എല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു മോഡലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫോട്ടോഷൂട്ടിൽ ഒരു 90% ലോ ആംഗിൾ ഷോട്ടുകളാവും. അപ്പൊ അവർക്ക് അതിനകത്ത് അവരുടെ ഹൈറ്റിന്റെ ഇത് മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ അത്തരം വെറുതെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കീഴിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ലൈറ്റിംഗ് എക്സ്പീരിയൻസ് മനസ്സിലാവും. അതല്ലാണ്ട് അയാൾ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു ക്യാമറമാൻ അവരുടെ ഈ പുറത്ത് കാണുന്നതല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ ആ ഷൂട്ടിനിടയിൽ ഉണ്ടാവും. അത് പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽപ്പെട്ടപ്പോ ഈ കാര്യങ്ങളൊക്കെ അപ്പം വേറെ ആൾ കാണുമ്പോൾ ജസ്റ്റ് അയാൾ ഇരുന്നെടുക്കുന്നു എന്ന് മാത്രമേ തോന്നുന്നു. പക്ഷെ ഒരു ഹൈറ്റ് കുറഞ്ഞ മോഡലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ലോ ആംഗിൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഒരു റൗണ്ട് ഫേസ് ഉള്ള ആളുകൾ, അപ്പൊ റൗണ്ട് ഫേസിലുള്ള ആളുകൾക്ക് നമുക്ക് ഫ്ലാറ്റ് ലൈറ്റോ അല്ലെങ്കിൽ വേറെ ലൈറ്റുകൾ അവരത്ര ഭംഗിയായിക്കൊള്ളണമെന്നില്ല, വീണ്ടും റൗണ്ട് ആക്കി മാറ്റും. അതുപോലെ ഓവൽ ഷേപ്പ്, അപ്പൊ ഓരോ ഫേസിന്റെ ഷേപ്പിനനുസരിച്ച് പോലും ലൈറ്റിംഗിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ലൈറ്റിങ് നമ്മള് ആ മോഡലിന്റെ ഫേസിനനുസരിച്ച് ലൈറ്റിംഗ് ആണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എല്ലാ പടം ഇഷ്ടമാണ്. ഒരുപക്ഷെ ഒരു ക്യാമറമാനൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലൈറ്റ് ആകും ഒരു പടം, ബാക്ക് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്. പക്ഷെ മോഡലിന്റെ പടം ഇഷ്ടാവില്ല. അപ്പൊ അത് ഇത്തരം അവരുടെ ഫേസിന് മാച്ച് ആവാത്ത ലൈറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പഠിക്കുന്ന ആളുകൾക്ക് ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ്, സൈഡ് ലൈറ്റ്, ഫിൽ ലൈറ്റ്, മെയിൻ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു ശ്രമിക്കാറുണ്ട്. കാരണം അതിനാണ് അവരുടെ ആ ഒരു ബ്യൂട്ടി എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പം അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അതൊരു കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പം
ഷാരൂഖ് ഖാനൊക്കെ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫോട്ടോഗ്രാഫർ, അവരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫോട്ടോഗ്രാഫർ. കാരണം അവർ തമ്മിലൊരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ, കാരണം ഒരു ആക്ടറിന് അങ്ങനെ കുറെ അക്ഷയ്ക്ക് വർക്ക് ചെയ്ത കേരളത്തിലല്ലാതെ പുറത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മറക്കാനാവാത്ത അങ്ങനത്തെ വല്ല അനുഭവങ്ങളുണ്ടോ? പുറത്ത് വർക്ക് ചെയ്തിട്ട് പുറത്ത് മറക്കാനാവാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ കിട്ടിയ ഒരു വളരെ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ റോൾസ് റോയ്സ് കാറുകളിലൊക്കെ ഒരു ഷൂട്ട് ചെയ്യാനുണ്ടായി. അപ്പൊ അതൊരു വിദേശത്ത് പോയിട്ടുള്ള ഷൂട്ടാണ്. അപ്പൊ അതൊക്കെ നമ്മളൊരിക്കലും ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാത്തൊരു വർക്കാണ്. അത് നമ്മുടെ വളരെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അദ്ദേഹം അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫർ, അതൊക്കെ എൻ്റെ ഫ്രണ്ട് കണ്ട് അങ്ങനെ വിളിച്ചിട്ട് അവിടെ പോയി നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് അതിന്റെ സെറ്റപ്പ്, അവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടൽസ് വെച്ചാണ് അതിന്റെ ഷൂട്ട്. അപ്പൊ ഈ ഹാളിനകത്തേക്ക് കാറ് വന്ന് ഇരിക്കാനുള്ള സെറ്റിങ്സ്, പിന്നെ അതിലേക്കുള്ള കാറിലേക്കുള്ള ലൈറ്റിംഗ്, വേൾഡിലെ ഏറ്റവും വില കൂടിയ ഒരു കാറാണ്. അപ്പം അതിന്റെയൊക്കെ ഷൂട്ടിന് അവരത്രയും പെർഫെക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് പറയുന്നതിനേക്കാളും ഒരു ഫോട്ടോ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നതിനേക്കാളൊക്കെ ഡയറക്റ്റ് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതൊരു വല്ലാത്തൊരു പൊതുവെ തീം വെച്ച് മൂഡ് വെച്ചൊക്കെ നമ്മൾ ഓരോ ഷൂട്ടും ചെയ്യാറുണ്ട്. അത്തരത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓരോ പോർട്ട്ഫോളിയോയിലും ഒരു സെക്ഷൻ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി, ആ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് പോർട്ട്ഫോളിയോ ഷൂട്ടിൽ കൂടുതലും മോഡൽസിന് ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ അവരെ ഭംഗി വെക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അത് ഫോട്ടോഗ്രാഫിക്കാണ്. അതായത് ഇപ്പം നമ്മളൊരു മോഡലിനെ വെച്ച് അവരെ ടോട്ടൽ ഇപ്പൊ അതിനെ പറ്റിയ കുറച്ച് മൂഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രത്യേക ലൈറ്റിങ്ങും പ്രത്യേക ഒരു ഇതിപ്പം എന്തെങ്കിലും ഒരു കാർഡിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീമിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരെണ്ണേ ചെയ്യുള്ളൂ. അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി. കാരണം മോഡൽസിന് അതിനകത്ത് വലിയ ഇതില്ല. മോഡൽസ് ഒരു മോഡലായി കിടക്കുന്നു മാത്രമേ ഈ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോയിൽ അവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അവരെ ഫീച്ചേഴ്സും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ആ ക്രിയേറ്റിവിറ്റിക്കാണ് അതിനകത്ത് ഇമ്പോർട്ടൻസ്. അത്തരം പലതും ഓരോ ഇതിനനുസരിച്ച് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഒരു പോർട്ട്ഫോളിയോ എടുത്താൽ അത്തരത്തിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്താണ് തീം ബേസ് ചെയ്തിട്ട്? ഇപ്പൊ ഈ അഖിലയുടെ ഞാനൊരു കളരിയുടെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള, കാരണം ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ആ കുട്ടിയുടെ കയ്യിൽ. നിഷ്കളങ്കമായിട്ടുള്ള ഒരു പെട്ടെന്നൊരു ചേഞ്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു അതാണിപ്പൊ ചെയ്തത്. അങ്ങനെ ഓരോന്നിലും അത്തരം ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. ഇനിയും ഫോട്ടോഗ്രാഫി രംഗത്ത് എന്തൊക്കെ സ്വപ്നങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്? അത് നമുക്ക് അങ്ങനെ അവസാനിക്കില്ലല്ലോ. അത് കാരണം ഈ അറിയാലോ, ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ ക്യാമറ ഫീൽഡിൽ നമുക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കയറി പോകാനുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഏറ്റവും എന്ന് പറയാൻ നല്ല നല്ല അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ക്യാമറയും ഇതിനേക്കാളൊക്കെ ഉപരി ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വലിയ വലിയ അവസരങ്ങൾ കിട്ടാനാണ് ഏറ്റവും വലിയ ലക്ക്. അതൊരു ലക്ക് തന്നെയാണ്. നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും നല്ലൊരു ഫോട്ടോഗ്രാഫറെ കണ്ട് വിളിക്കുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. ഇപ്പൊ തുടക്കക്കാരായ ഒരുപാട് മുഖങ്ങൾ ക്യാമറയിൽ പകർത്തിയല്ലോ. അപ്പൊ ഇനിയിപ്പോ മനസ്സിൽ ആരുടെങ്കിലും ഒരു ചിത്രം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റി ആയിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒരു ഇഷ്ടം ഏതെങ്കിലും മേഖലയിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പടം ക്യാമറയിൽ പകർത്തണം എന്ന് അങ്ങനെ വല്ല ആഗ്രഹങ്ങളുണ്ടോ മനസ്സിൽ? അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പം ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പൊ വരുന്ന ആക്ട്രസ് ഒക്കെ നമ്മൾ പോർട്ട്ഫോളിയോ ചെയ്ത എനിക്ക് തോന്നുന്നു 50% ഉണ്ട്. അതിനു മുമ്പ് ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ എന്റെ തുടക്കക്കാരെന്ന് പറയുന്നത് ഇപ്പം അഭിനയിച്ചു തുടങ്ങി. അപ്പൊ അതിന് മുന്നത്തെ നടികളുണ്ട്. അപ്പൊ അതില് പല നടികളെയും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ അവർ വർക്ക്ഔട്ട് ചെയ്യാമായിരുന്നു തോന്നിയ നടികളൊക്കെ ഉണ്ട്. മലയാളത്തിൽ തന്നെ നല്ല സ്റ്റൈലിഷ് നടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈലാക്കി വരയ്ക്കാൻ പറ്റിയ നടികൾ കുറെ പേരുണ്ട്. അപ്പൊ അത് തോന്നിയിട്ടുള്ള നടികളൊക്കെ ഉണ്ട്. തുടക്കാര് നമ്മൾ പിന്നെ കുറച്ച് നമുക്ക് കണക്ട് ആയതുകൊണ്ട് മുന്നത്തെ നടികൾ നമുക്ക് അങ്ങനെ തോന്നിയ കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ഈ ഫാഷൻ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനാണ് താല്പര്യം, അതല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ വീഡിയോഗ്രാഫി ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വീഡിയോഗ്രാഫി ഇല്ല, അത് എല്ലാം ബേസ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ. പക്ഷെ എങ്കിലും ഇതിലാണ് ഇപ്പൊ നമുക്കൊരു ഇപ്പം കുറെ മാഗസിൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഡ്വർടൈസിങ് കുറെ ചെയ്യുന്നുണ്ട്, പിന്നെ പോർട്ട്ഫോളിയോസ്. അപ്പം അത്തരം കുറെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല നല്ല ബിഗ് പ്രൊജക്ടുകൾ ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഫോട്ടോഗ്രാഫി രംഗത്ത് ഒരുപാട് വിവരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. ഇടവേളയ്ക്ക് ശേഷം
പോർട്ട്ഫോളിയോയ്ക്കായി ചില തയ്യാറെടുപ്പുകൾ. വനിത brought to you by മലബാർ ഗോൾഡിന്റെ 33ാമത് ഷോറൂം ഉദ്ഘാടനം ജനുവരി 17 തിരുവനന്തപുരം MG റോഡ് പഴവങ്ങാടി in association